ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഏറ്റവും ആദരണീയരായ കർത്തൃശുശ്രൂഷകർക്കും കൂടി വന്നിരിക്കുന്ന വിശ്വാസികളുടെ സമൂഹത്തിനും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. എല്ലാവരും പ്രാർത്ഥനയോടെ ഇരിക്കുക. അത്ഭുതത്തിൻ്റെ ദിവസമാണ്. കല്യാണ വസ്ത്രം കർത്താവ് തരുന്നു. കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തത്താൽ പാപങ്ങൾ കഴുകിത്തരുന്നു. ഒരിക്കലും കാണാതെ വണ്ണം എല്ലാം സമുദ്രത്തിൻ്റെ ആഴങ്ങളിലേക്ക് എറിഞ്ഞു കളയുന്നു. പ്രിയപ്പെട്ട ദൈവജനമേ, നാം വ്യക്തമായി ഒരു ഉറപ്പുള്ളവരായിട്ട് വേണം എപ്പോഴും ജീവിക്കാൻ. എന്താണ് ഉറപ്പ്? ഞാൻ ഏത് സമയത്തും ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടാം. +2 പഠിക്കുന്ന കുഞ്ഞ് കുഴഞ്ഞു വീണ് മരിക്കുന്നു. ഇത് പറയുമ്പോൾ, ഞാനത് പറഞ്ഞപ്പോൾ ചിന്തിച്ചു, ദൈവമേ, ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുകയാണ്, കുഴഞ്ഞു വീണോട് മരിച്ചു വീഴുന്നു കിടക്കുമോ? അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. നമ്മിൽ പലരും അങ്ങനെ ചിന്തിക്കാൻ അനുവദിക്കാതെ പിശാച് നമുക്ക് വീണ്ടും വീണ്ടും ആയുസ്സുണ്ടെന്ന് ചിന്തിപ്പിക്കുകയാണ്. പിശാച് നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുകയാണ്, ഞാൻ കുറേ കാലം കൂടെ ജീവിക്കും. ഈ ജോണ് കുഴഞ്ഞു വീണ് മരിക്കുമായിരിക്കും, പക്ഷെ ഞാൻ കുറേ കാലം കൂടെ ജീവിക്കട്ടെ. തീർച്ചയായിട്ടും എത്ര കാലം നമുക്ക് ഈ ഭൂമിയിൽ കർത്താവ് ആയുസ് തരുന്നു അത്രയും കാലം നാം ജീവിക്കണം. തീർച്ചയായിട്ടും ജീവിച്ചല്ലേ പറ്റൂ. ജീവിക്കണം, കർത്താവിൻ്റെ വേല ചെയ്യണം, വിശുദ്ധിയോടെ ജീവിക്കണം, എല്ലാം സത്യമാണ്. എന്നാൽ ഞാൻ ഇന്ന് കടന്നുപോയാൽ ദൈവരാജ്യത്തിൽ എത്തുമെന്നുള്ള ആ വ്യക്തമായ ഉറപ്പ് നമുക്കെല്ലാവർക്കും ഉണ്ടായിരിക്കണം. ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു, യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായത്തിൽ പറയുകയാണ്, വീണ്ടും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല. ഞാൻ എന്ന് പറഞ്ഞ മനുഷ്യൻ ഒരു വീണ്ടും ജനനം പ്രാപിച്ചോ? ഞാൻ പുതുതായി ജനിച്ചുവോ? നിക്കോദെമസിനൊന്നും മനസ്സിലായില്ല എന്താണ് വീണ്ടും ജനനം എന്ന് പറഞ്ഞത്. എന്നാൽ കർത്താവ് വിശദീകരിച്ചു കൊടുത്തു. എങ്ങനെയാണ് വീണ്ടും ജനനം പ്രാപിക്കുന്നത്? എങ്ങനെയാണ് പുതുതായി ജനിക്കുന്നത്? പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല. പുതുതായി ജനിച്ചില്ല എങ്കിൽ, വീണ്ടും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കുകയില്ല. വിശദീകരിച്ചു കൊടുത്തു കർത്താവ്. വെള്ളത്താലും ആത്മാവിനാലുള്ള ജനനം. വ്യക്തമായി നമ്മൾ എത്ര പേർക്ക് ആ ഉറപ്പുണ്ട്? ഞാനൊരു വീണ്ടും ജനനം പ്രാപിച്ചു. ഞാൻ എന്നേക്കുമായി പാപത്തോട് യാത്ര പറഞ്ഞു. എൻ്റെ ജീവിതത്തിൽ ഒരു പാപം മനസ്സറിഞ്ഞ് വരാൻ ഞാൻ സമ്മതിക്കുകയില്ല. ആ ഒരു ഉറപ്പ് നിശ്ചയമായി നമുക്ക് കൂടിയേ കഴിയൂ. പ്രിയപ്പെട്ട ദൈവജനം, എൻ്റെ വസ്ത്രം മുഷിയാൻ ഞാൻ സമ്മതിക്കുകയില്ല. എൻ്റെ കർത്താവേ, അവിടുന്ന് എനിക്ക് സൗജന്യമായി തന്ന കല്യാണ വസ്ത്രം, ആ വസ്ത്രത്തിൽ കറ പുരളാൻ ഞാൻ അനുവദിക്കുകയില്ല. ഈ വ്യക്തമായ ഉറപ്പ് നമുക്ക് എല്ലാവർക്കും കൂടിയേ കഴിയുള്ളൂ. എങ്ങനെ അറിയണതാ ഉറപ്പുണ്ടോ ഇല്ലയോന്ന്? ഞാൻ വീണ്ടും ജനിച്ചോ? ഉറപ്പുണ്ടോ ഇല്ലെന്ന് എങ്ങനെ അറിയാം? 1-2 വേദഭാഗം നമുക്ക് വായിച്ച് കേൾക്കാം. 1 യോഹന്നാൻ 3:19, 20, 21 വാക്യങ്ങൾ. നാം സത്യത്തിന്റെ പക്ഷത്ത് നിൽക്കുന്നവരെന്ന് ഇതിനാൽ അറിയും. നാം സത്യത്തിന്റെ പക്ഷത്ത് നിൽക്കുന്നവരെന്ന് ഇതിനാൽ അറിയും. ഏതിനാൽ? ഹൃദയം നമ്മെ കുറ്റം വിധിക്കുന്നുവെങ്കിൽ ദൈവം നമ്മുടെ ഹൃദയത്തെക്കാൾ വലിയവനും. ഹൃദയം നമ്മെ കുറ്റം വിധിക്കുന്നു എങ്കിൽ, എൻ്റെ ഹൃദയം എന്നെ കുറ്റം വിധിക്കുന്നുണ്ടോ? പുറമേ ഞാൻ പാപമൊന്നും ചെയ്യുന്നില്ലായിരിക്കും, പുറമേ തെറ്റിലേക്ക് പോകുന്നില്ലായിരിക്കും, പുറമേ അഴുക്ക് ജീവിതം നയിക്കുന്നില്ലായിരിക്കും, പുറമേ മദ്യപിക്കുന്നില്ലായിരിക്കും, പുറമേ ആരുമായിട്ട് വഴക്കൊന്നും ഉണ്ടാക്കുന്നില്ലായിരിക്കും. എന്നാൽ എൻ്റെ ഹൃദയം എന്നെ കുറ്റം വിധിക്കുന്നുണ്ടോ? എൻ്റെ ഹൃദയം എന്നെ കുറ്റം വിധിക്കുന്നില്ലെങ്കിൽ ദൈവം നമ്മുടെ ഹൃദയത്തെക്കാൾ വലിയവനും എല്ലാം അറിയുന്നവനുമെന്ന് നമ്മുടെ ഹൃദയത്തെ അവന്റെ സന്നിധിയിൽ ഉറപ്പിക്കാം. എല്ലാം അറിയുന്ന ദൈവത്തിന്റെ മുമ്പിൽ നമ്മുടെ ഹൃദയം നമ്മെ കുറ്റം വിധിക്കുന്നുണ്ടോ? തൊട്ടടുത്ത ഭാഗം. പ്രിയമുള്ളവരെ, ഹൃദയം നമ്മെ കുറ്റം വിധിക്കുന്നില്ലെങ്കിൽ നമുക്ക് ദൈവത്തോട് പ്രാഗൽഭ്യമുണ്ട്. നിങ്ങളൊന്ന് ചിന്തിച്ചേ, ഒരു നിമിഷ നേരം ഒന്ന് ചിന്തിക്കൂ. എൻ്റെ ഹൃദയം എന്നെ കുറ്റം വിധിക്കുന്നുണ്ടോ? ഏതെങ്കിലും കാര്യം സംഭവിച്ചു പോയ കാര്യത്തിനകത്ത് എൻ്റെ ഹൃദയം, ഉള്ളിലേക്ക് നാം നോക്കിയേ കഴിയുകയുള്ളൂ. എൻ്റെ ഹൃദയം എന്നെ കുറ്റം വിധിക്കുന്നുണ്ടോ? എൻ്റെ മനസാക്ഷി എന്നെ കുറ്റപ്പെടുത്തുന്നുണ്ടോ? മറ്റ് മനുഷ്യരെന്ത് പറയുന്നതല്ല.
അവരെന്ത് ചിന്തിക്കുന്നുള്ളതല്ല, എൻ്റെ മാത്രം ഹൃദയം, എൻ്റെ മനസ്സാക്ഷി. വീണ്ടും ജനനം പ്രാപിച്ച ഒരു ദൈവദാസന്, ഒരു ദൈവവൈതലിന്, ഒരു ദൈവദാസിക്ക് അവരുടെ ഹൃദയം അവരെ കുറ്റം പിടിക്കുകയില്ല. അത് അവരുടെ ഹൃദയം അവരെ കുറ്റം വിധിക്കാൻ അവർ സമ്മതിക്കുകയില്ല. എങ്ങനെ സമ്മതിക്കാതിരിക്കണേ? ഹൃദയം കുറ്റം വിധിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും നാം? അപ്പോൾ തന്നെ നാം താഴും. അപ്പോൾ തന്നെ നാം ആരുടെ മുമ്പിലാണെങ്കിലും താഴും. ആരോട് ക്ഷമ പറയാൻ നമുക്ക് മനസ്സിൽ മടി വരികയില്ല. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? എൻ്റെ ഹൃദയം എന്നെ ഒരു കാര്യം ചെയ്തു, ഞാനും വേറൊരാളുമായിട്ടൊരു വാഗ്വാദം ഉണ്ടായി, അല്ലെങ്കിൽ പരസ്പരം ഏതെങ്കിലും ഒരു കാര്യം ഇത്തിരി സ്വരമുയർത്തി സംസാരിക്കേണ്ടി വന്നു. കേട്ട് നിന്നവർക്ക് എൻ്റെ പക്ഷത്താണ് ന്യായമെന്നാണ് അവരുടെ എല്ലാം ചിന്ത. അങ്ങനെയാണ് താനും പുറമേ നോക്കുമ്പോൾ. നിങ്ങളിത് പറയുമ്പോൾ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായത്, ഏതെങ്കിലും ഒരു സംഭവം ഉണ്ടായത് നിങ്ങൾ ചിന്തിക്കൂ. ഭാര്യയും ഭർത്താവുമായിട്ട്, അല്ലെങ്കിൽ ഓഫീസിൽ ആരെങ്കിലുമായിട്ട്, അതല്ലെങ്കിൽ ഏതെങ്കിലും കാര്യത്തിനകത്ത് എന്തെല്ലാം കാര്യങ്ങളിൽ നാം ഇടപെടുന്നു, ഏതെല്ലാം രംഗങ്ങളിൽ നാം പ്രവർത്തിക്കുന്നു, മക്കളും അപ്പനുമായിട്ട്, അല്ലെങ്കിൽ മാതാപിതാക്കളും മക്കളുമായിട്ട്, അല്ലെങ്കിൽ അയൽവക്കംകാരുമായിട്ട്. നിങ്ങൾ ഹൃദയത്തിലേക്ക് നോക്കൂ, ഒരു നിമിഷം ഒന്ന് ഹൃദയത്തിലേക്ക് നോക്കൂ. ആ സംഭവിച്ച കാര്യത്തിൽ ഹൃദയം എന്നെ കുറ്റം വിധിക്കുന്നില്ല എന്നുള്ള പ്രാഗൽഭ്യമില്ലെങ്കിൽ നിങ്ങൾ ജീവനിലല്ല, നാം ആരും കൃപയിലല്ല, നാം ആരും വീണ്ടെടുക്കപ്പെട്ടവരാണെങ്കിലും ഇന്ന് ജീവനുള്ള ക്രിസ്തുവിൻ്റെ ആ കരുണ നമ്മെ പൊതിഞ്ഞു നിൽക്കുന്നില്ല. നാം മരിച്ചാൽ ദൈവരാജ്യത്തിൽ എത്തുകയില്ല. കൃത്യമായിട്ടാണ് പറയുന്നത്, ദൈവരാജ്യത്തിൽ എത്തുകയില്ല. സത്യമാണ് പറയുന്നത്. ഒരിക്കൽ വീണ്ടും ജനനം കിട്ടിയെന്നുള്ളതുകൊണ്ട്, ഒരിക്കൽ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കിട്ടിയെന്നുള്ളതുകൊണ്ട്, ഒരിക്കൽ കർത്താവ് കല്യാണ വസ്ത്രം തന്നു എന്നുള്ളതുകൊണ്ട്, ഒരിക്കൽ കർത്താവ് രക്ഷാവസ്ത്രം ധരിപ്പിച്ചു എന്നുള്ളതുകൊണ്ട് തീർച്ചയായിട്ടും അതൊരു മഹാഭാഗ്യം തന്നെയാണ്. പാപം കഴുകി കിട്ടുക. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, ലംഘനം ക്ഷമിച്ച് കിട്ടുക, പാപം മറച്ചു കിട്ടുക മഹാഭാഗ്യം തന്നെയാണ്. എന്നാൽ ജീവിതത്തിൽ വ്യക്തമായ ഒരു ഉറപ്പ് വേണം. എൻ്റെ മനസ്സാക്ഷി എന്നെ ഒരിക്കലും കുറ്റപ്പെടുത്തുന്നില്ല എന്ന്. മനസ്സാക്ഷിയെ കുറ്റപ്പെടുത്തുന്ന ഏതെങ്കിലും കാര്യം വന്നാൽ അപ്പോൾ തന്നെ താളടിയായിക്കൊള്ളണം. നിങ്ങൾ ചിന്തിക്കൂ, നിങ്ങൾ പ്രായോഗികമായി ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ കേൾക്കുന്നു, വചനം കേൾക്കുന്നു, തീരുമാനമെടുക്കുന്നു, നമ്മൾ കൈ ഉയർത്തുന്നു. എന്നാൽ വ്യക്തമായും എൻ്റെ ഹൃദയം എന്നെ കുറ്റം വിധിക്കുന്നുണ്ടോ? എൻ്റെ ദൈവം എന്നെ നോക്കുമ്പോൾ, എല്ലാം കാണുന്ന ജീവനുള്ള ദൈവം നോക്കുമ്പോൾ എൻ്റെ ഹൃദയം എന്നെ കുറ്റം വിധിക്കുന്നുണ്ടോ? ഇന്ന് പലരുടെയും ഹൃദയം പലരെയും കുറ്റം വിധിക്കുന്നുണ്ട്. സത്യം അതാണ്. എന്നാൽ അവർ അഡ്ജസ്റ്റ്മെൻറ്റിൽ മുമ്പോട്ട് പോവുകയാണ്. ഹൃദയം കുറ്റം വിധിക്കുന്നുവെങ്കിൽ ഓർത്തോളണം, നാം ദൈവരാജ്യത്തിൽ നിന്ന് അന്യപ്പെട്ടവരാണ്. മനസ്സിലാവുന്നുണ്ടെന്നാണ് എൻ്റെ ചിന്ത. ഹൃദയം നമ്മെ കുറ്റം വിധിക്കുന്നുവെങ്കിൽ പുറമെ മനുഷ്യൻ നോക്കുമ്പോൾ നമുക്ക് പല ന്യായവും പറയാൻ കാണും. അഥവാ നമ്മുടെ പക്ഷത്ത് ന്യായമുണ്ടെന്ന് ചിന്തിക്കാനുള്ള ധാരാളം പഴുതുകളുണ്ടാകും. എന്നാൽ ഹൃദയം എന്നെ കുറ്റം വിധിക്കുന്നുണ്ടോ? ഹൃദയം എന്നെ കുറ്റം വിധിക്കുന്നില്ല എന്നുള്ള പ്രാഗൽഭ്യമുള്ളവരാണ് സാക്ഷാൽ ജീവനുള്ളവർ, അഥവാ കൃപയിൽ നിൽക്കുന്നവർ. പ്രിയപ്പെട്ടവർ, എല്ലാം കാണുന്ന ജീവനുള്ള ദൈവം. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പറഞ്ഞത്, ഹൃദയം നമ്മെ കുറ്റം വിധിക്കുന്നില്ല എന്നുള്ള പ്രാഗൽഭ്യം നമുക്കുണ്ട് എന്ന്. ഞാൻ ഉദാഹരണ സഹിതം പറയാം. ഒരു പാപം നമ്മുടെ ജീവിതത്തിൽ വന്നു, പാപം വന്നു, നാം ആ പാപം ഏറ്റുപറഞ്ഞു. പാപങ്ങൾ പലതും നമ്മുടെ ജീവിതത്തിൽ വരുന്നു, പാപം ഏറ്റുപറയുന്നു. 100% വിശ്വസിച്ചുകൊണ്ടല്ല ആ പാപം ഏറ്റുപറയുന്നതെങ്കിൽ പാപം മാറുന്നില്ല, അങ്ങനെ തന്നെ നിൽക്കുക. നിങ്ങൾ വ്യക്തമായി കാര്യങ്ങൾ ഗ്രഹിക്കണമേ. ഹൃദയം കുറ്റം വിധിക്കാൻ ഇടവരരുത്, മനസ്സാക്ഷി കുറ്റം വിധിക്കാൻ ഇടരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാം പറയേണ്ടത് എവിടെ നിന്നാണ്? മനുഷ്യരെ കേൾപ്പിക്കാനല്ല പറയേണ്ടത്. അങ്ങനെ ജീവനുള്ള ദൈവം നോക്കുമ്പോൾ, കർത്താവേ എൻ്റെ പാപങ്ങളെല്ലാം എന്നേക്കുമായി കഴുകിക്കിട്ടിയെന്നുള്ള ഉറപ്പ് ലഭിക്കണമെങ്കിൽ ഹൃദയം കുറ്റം വിധിക്കാത്ത അവസ്ഥയിൽ നാം ആയി തീർന്നേ പറ്റുകയുള്ളൂ. ആ പ്രാഗൽഭ്യം നമുക്ക് നേടിയെടുക്കാൻ കഴിയണം. ഒരു ഒരു കാര്യം നിങ്ങൾക്ക് തന്നെ അറിയാം, നമുക്ക് ഓരോരുത്തർക്കും ചിന്തിക്കാം. മത്തായി സുവിശേഷം 5-ാം അധ്യായം 23-ാം വാക്യവും 24-ാം വാക്യവും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. പ്രാർത്ഥിക്കാൻ ദൈവാലയത്തിൽ ചെന്നു. പ്രാർത്ഥന ദൈവം കേൾക്കുകയില്ല. കേൾക്കണമെങ്കിൽ എന്ത് വേണം? വായിക്കൂ. ആകയാൽ നിന്റെ വഴിപാട് യാഗപീഠത്തിങ്കൽ കൊണ്ടുവരുമ്പോൾ. അന്ന് വഴിപാട് കൊണ്ടുപോകുന്ന കാര്യം പറയണം. ആകയാൽ
നിന്റെ വഴിപാട് യാഗപീഠത്തിൽ കൊണ്ടുവരുമ്പോൾ, വഴിപാടെന്ന് പറഞ്ഞാൽ എന്താണ്? ആരെങ്കിലും കാണിക്കാൻ വേണ്ടിയിട്ടല്ല, ആ ദൈവത്തോടുള്ള പ്രതിബദ്ധത കൊണ്ട് നാം ചെയ്യുന്നത്. നമ്മൾ വല്ലതും ദശാംശം കൊടുക്കുന്നു, അല്ലെങ്കിൽ ആരെങ്കിലും സഹായിക്കാനുള്ള മനസ്സ് നമുക്ക് വരുന്നു, അല്ലെങ്കിൽ നാം ഏതെങ്കിലും കാര്യങ്ങൾക്ക് ദൈവവേലയ്ക്ക് വേണ്ടി നാം സംഭാവന ചെയ്യുന്നു. അത് നാം ആരെങ്കിലും കാണിക്കാൻ കൊടുത്താൽ അതുകൊണ്ട് ഒരു ഗുണവുമില്ല. അല്ലാതെ നാം മനസ്സറിഞ്ഞ് കൊടുക്കാനായിട്ട് തീരുമാനിച്ച് വഴിപാട് കഴിക്കാൻ കൊണ്ടുപോവുകയാണ്. അപ്പോഴെന്താണ്? സഹോദരന് നിന്റെ നേരെ വല്ലതുമുണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ. കേൾക്കണേ, നിങ്ങൾ ഇന്ന് നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ വ്യക്തമായൊരു നിർണയം എടുത്തിട്ട് പോകണം. രോഗം പലതും മാറും, രോഗം മാറിപ്പോകുമെന്ന്, ബന്ധനങ്ങൾ അഴിഞ്ഞു പോകുമെന്ന്, ഉള്ളു ശുദ്ധമായി കിട്ടുമ്പോൾ, മനസ്സാക്ഷി കഴുകി കിട്ടുമ്പോൾ, ആരോടും പകയില്ലാത്തൊരു ഹൃദയം നമുക്ക് ലഭിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദൈവത്തിൻ്റെ ദാനമാണ്. എന്നാൽ നിങ്ങൾ ചിന്തിക്കണം, കർത്താവേ, എനിക്ക് ഇന്നയാളോട് ഇന്ന സമയത്ത്, കൊല്ലങ്ങൾക്ക് മുമ്പായിക്കൊള്ളട്ടെ, തൊട്ടടുത്ത ദിവസമായിക്കൊള്ളട്ടെ, ഏതെങ്കിലും ഒരു കാലത്ത് നിങ്ങളുടെ ഹൃദയത്തെ മുറിവേൽപ്പിച്ച ഏതെങ്കിലും ഒരു വാക്കാരെങ്കിലും പറഞ്ഞു. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ വെറുതെ കണ്ണുമിഴിച്ച് കേട്ടോണ്ടിരിക്കരുത്. ചിന്തിക്കണം ഹൃദയത്തിലേക്ക്. അപ്പനോ അമ്മയോ മക്കളോ ആരെങ്കിലും ഒരു വാക്ക് നിങ്ങളുടെ ഹൃദയത്തെ മുറിപ്പെടുത്തുന്ന ഒരു വാക്ക് പറഞ്ഞു. സ്വാഭാവികമായിട്ടും അങ്ങനെ പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ അങ്ങ് വ്രണം വരുന്നത് പോലെ, അത് ഒട്ടും ഇല്ലാത്ത കാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും അത് മുറിവേൽപ്പിക്കും. എന്നാൽ അത് മനഃപൂർവ്വം ക്ഷമിച്ച് കിട്ടാതെ വെറുതെ പ്രാർത്ഥിക്കാവുന്നേ ഉള്ളൂ. പ്രാർത്ഥന പൊങ്ങുകയില്ലെന്നാണ് പറഞ്ഞത്. കാരണം കൃത്യമായി ദൈവത്തിൻ്റെ വചനം, മാറ്റമില്ലാത്ത വചനം പറയുകയാണ്, നിങ്ങൾ വഴിപാട് കഴിക്കാൻ യാഗപീഠത്തിൽ വരുമ്പോൾ സഹോദരന് നിന്റെ നേരെ വല്ലതുമുണ്ടെന്ന് ഓർമ്മ വന്നാൽ. ഇതെല്ലാം കേൾക്കും, ഇതെല്ലാം നമ്മളെല്ലാവരും കേൾക്കും, നമുക്കത് കാണാതെ അറിയായിരിക്കും. പക്ഷെ നിങ്ങൾ ഹൃദയത്തിലേക്ക് ചിന്തിച്ചു നോക്കൂ. നിങ്ങളോട് ആർക്കെങ്കിലും വല്ലോ പ്രയാസമുണ്ടെന്ന് ഓർമ്മ വന്നാൽ, ഞാനിപ്പോൾ ഒരു കാര്യം പറയാം, ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ ദയവായിട്ട് എന്നോട് ഇപ്പോഴൊന്ന് ഉറക്കെ പറയാമോ? യൂട്യൂബിലൂടെ എല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാനിവിടെ നിന്ന് ഉറക്കെ വിളിച്ച് പറയാം, അയ്യോ എന്നോട് ക്ഷമിക്കണമേ, ഞാൻ തീർച്ചയായിട്ടും എൻ്റെ ദൈവമേ, ഞാൻ കാല് പിടിച്ചപ്പോൾ മാപ്പ് പറയാൻ ഞാൻ പറയും. കാരണം ദൈവരാജ്യം അത്രമാത്രം വിലയേറിയതാണ്. ഞാൻ ഏത് സമയത്തും മരിക്കാം. നിങ്ങളുടെ സഹോദരങ്ങളോടായിക്കൊള്ളട്ടെ, നിങ്ങളുടെ ഭർത്താവിനോടായിക്കൊള്ളട്ടെ, ഭാര്യയോടായിക്കൊള്ളട്ടെ, അമ്മായിയമ്മയോടായിക്കൊള്ളട്ടെ, അമ്മായി അപ്പനോടായിക്കൊള്ളട്ടെ, അല്ല നാത്തൂനോടായിക്കൊള്ളട്ടെ, അല്ല സഹോദരൻ്റെ ഭാര്യയോടായിക്കൊള്ളട്ടെ. ചിന്തിക്കൂ, നിങ്ങൾ ഈ ഭൂമിയിൽ ആരോടെങ്കിലും, ഏതെങ്കിലും ഒരു മനുഷ്യനോട് ചിന്തിച്ചേ, ആരോടെങ്കിലും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഏതെങ്കിലും ഒരു മനുഷ്യനോട്. അപ്പോൾ പലരും ചിന്തിക്കും സഹോദരനോടെന്നല്ലേ പറഞ്ഞിരിക്കുന്നേ. ആരാണ് സഹോദരൻ? ഈ ഭൂമിയിലുള്ള മുഴുവൻ മനുഷ്യരും. ഒരു മനുഷ്യരോടും നമ്മുടെ ഉള്ളിൽ ഏതെങ്കിലും ഒരു പക വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഇഷ്ടക്കുറവ് വെച്ചുകൊണ്ട് വെറുതെ വരാമെന്നുള്ളൂ. ഒരു ഗുണമില്ല, സമയം കളയാന്നുള്ളൂ. തിരുത്താൻ മനസ്സില്ലെങ്കിൽ ദൈവരാജ്യം കാണുകയില്ല. മനസാക്ഷി കുറ്റപ്പെടുത്തുന്നുണ്ട്, പക്ഷേ പേരിന് എന്ത് ചെയ്യുന്നു? കൂട്ടായ്മയിൽ വരുന്നു, പേരിന് വചനം കേൾക്കാൻ വരുന്നു, പേരിന് തിരുവചനം വായിക്കുന്നു, പേരിന് പ്രാർത്ഥിക്കുന്നു, പേരിന് പള്ളിയിൽ പോകുന്നു, ആരാധനയിൽ സംബന്ധിക്കുന്നു. വട്ടപൂജ്യമാണ്. സത്യം തിരിച്ചറിയൂ. ഇന്നതെല്ലാം കർത്താവ് കഴുകിത്തരും. ഇന്ന് നിങ്ങൾ എവിടെ ഇരുന്ന്, അനുഗ്രഹത്തിൻ്റെ ദിവസമാണ്. എല്ലാം കർത്താവ് കഴുകി സമുദ്രത്തിൻ്റെ ആഴങ്ങളിലേക്ക് എറിഞ്ഞു കളയും. ചിലതെല്ലാം നിങ്ങൾക്ക് ബോധ്യം തരും. ക്ഷമ പറഞ്ഞേ പറ്റുള്ളൂ. ഒരു ലജ്ജയും കൂടാതെ പറഞ്ഞോളൂ. കാരണം എല്ലാം എഴുതപ്പെട്ട് വെച്ചിരിക്കുകയാണ്. അന്ന് പുസ്തകം തുറക്കുന്ന നാളിൽ ഞാൻ കൂട്ടായ്മക്കാരോട് തന്നെയാണ് പറയുന്നത്, നിങ്ങൾ തമ്മിൽ ആരെങ്കിലും തമ്മിൽ ഏതെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം ഏതെങ്കിലും കാര്യത്തിനകത്തുണ്ടോ? ഇവിടുന്ന് ഉറക്കെ പ്രാർത്ഥിക്കാം, പക്ഷെ കർത്താവ് കേൾക്കുകയില്ല. സത്യമാണ് പറയുന്നത്, സത്യവചനമാണ് പറയുന്നത്, മാറ്റമില്ലാത്ത വചനം. ആരോടെങ്കിലും ഏതെങ്കിലും രീതിയിലുള്ള പകയോ വിദ്വേഷമോ ഇഷ്ടക്കുറവോ ഉണ്ടെങ്കിൽ ഒരു പ്രയോജനമില്ല. വേറെ എന്തെങ്കിലും ജോലി നോക്കുകയല്ലേ ഈ സമയം. പലർക്കും അത് പിടികിട്ടുന്നില്ല, പലർക്കും മനസ്സിലാകുന്നില്ല, ഉള്ളിലേക്ക് ആരും തിരിഞ്ഞു നോക്കുന്നില്ല. വരാൻ പോകുന്ന അനർത്ഥം കണ്ടുകൊണ്ട്, വരാൻ പോകുന്ന അപകടം കണ്ടുകൊണ്ട്, പ്രിയപ്പെട്ടവരെ, കല്യാണ വസ്ത്രം ലഭിച്ചില്ലെങ്കിൽ, യേശുക്രിസ്തുവിൻ്റെ തിരുരക്തത്താൽ പാപങ്ങളെല്ലാം കഴുകിക്കിട്ടി എന്നുള്ള വ്യക്തമായ ഉറപ്പ് ലഭിച്ചില്ലെങ്കിൽ ദൈവരാജ്യം കാണുകയില്ല.
മനസാക്ഷി കുറ്റപ്പെടുത്തുന്ന എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിലുണ്ടോ? ഇന്ന് കണ്ടുപിടിച്ചുള്ളൂ. ജീവനുള്ള ദൈവം അതെല്ലാം നിങ്ങൾ കഴുകി തന്നിരിക്കും. അപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിനോടുള്ള സ്നേഹം, ആയിരങ്ങളിൽ സുന്ദരനായ ദൈവം, പതിനായിരങ്ങളിൽ സുന്ദരനായ ദൈവം, ആ ജീവനുള്ള ക്രിസ്തു വെറുതെ ഉള്ളിൽ വന്ന് വസിക്കുകയില്ല. പാപത്തോട് യാത്ര പറഞ്ഞേ പറ്റുകയുള്ളൂ. ആദ്യത്തെ പടിയാണ് ആരോടും പകവച്ചുകൊണ്ടിരിക്കുന്നത്. ബാക്കി ഭാഗം കൊണ്ട് വായിക്കാമോ? നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിന്റെ മുമ്പിൽ വെച്ചേച്ച് ഒന്നാമത് എന്ന് സഹോദരനോട് നിരന്നുകൊള്ളുക, പിന്നെ വന്ന് നിന്റെ വഴിപാട് കഴിക്കുക. അപ്പോൾ പലരും ചിന്തിക്കുക, എനിക്ക് ആരോടും ഇഷ്ടക്കുറവില്ല. പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പലപ്പോഴും ചോദിക്കും, നിങ്ങൾക്ക് എന്തെങ്കിലും ആരോടെങ്കിലും ഇഷ്ടക്കുറവുണ്ടോ? ആരോടെങ്കിലും മുഷ്ടിലുണ്ടോ? ഇല്ലില്ല, എനിക്ക് ആരോടും ഇല്ല. ഉടനെ അങ്ങ് പറയാം, ആരോടും ഇല്ല. തിരുവചനം എന്താണ് പറയുന്നത്? നിങ്ങളോട് ആർക്കെങ്കിലും, നിങ്ങളോട്, ഈ നിൽക്കുന്ന ജോണിനോട് ആർക്കെങ്കിലും ഏതെങ്കിലും കാര്യത്തിൽ എന്നെങ്കിലും ഒരു സമയത്ത് എന്നോട് മിക്കവാറും കാണാൻ സാധ്യതയുണ്ട്. കാരണം എൻ്റെ സ്വഭാവം അങ്ങനെയാണ്. സ്വഭാവം മാറിയിട്ടില്ല. പലപ്പോഴും പെട്ടെന്ന് പ്രതികരിക്കുന്ന സ്വഭാവം. മോഷ്ടിക്കില്ല, ആരുടെയും ഒന്നും പിടിച്ചു പറിക്കില്ല, 10 വയസ്സായ കാര്യത്തിനകത്ത് ഒരിക്കലും ക്രമക്കേട് വരുത്തില്ല. പക്ഷെ പെട്ടെന്ന് പ്രതികരിക്കുന്ന സ്വഭാവം, അതുമൂലം ആർക്കെങ്കിലും ചിലപ്പോൾ വേദന വന്നിട്ടുണ്ടായിരിക്കും. പ്രിയപ്പെട്ടവരെ, ദയവായി ഒന്ന് പറയുമെന്നാണ് പറഞ്ഞത്. ദൈവം പ്രാർത്ഥന കേൾക്കണമെങ്കിൽ തിരുവചനത്തിൽ എഴുതിയിരിക്കുന്ന അച്ചട്ടായി പാലിച്ചേ പറ്റുള്ളൂ. ആരോടെങ്കിലും, നിങ്ങൾക്ക് ആരോടെങ്കിലുമല്ല, നിങ്ങളോട് ആർക്കെങ്കിലും ഇഷ്ടക്കുറവുണ്ട്, മുഷിച്ചിലുണ്ട്, അല്ലെങ്കിൽ പകയുണ്ടെന്ന് ഓർമ്മ വന്നാൽ വഴിപാട് യാഗപീഠത്തിൽ വെച്ച പ്രാർത്ഥന അവിടെ നിർത്തിയിട്ട് ആദ്യം ചെന്ന് സഹോദരനോട് നിരന്നുകൊള്ളുക. അപ്പോൾ ലഭിക്കുന്ന പ്രാഗൽഭ്യം അല്ലേ നിങ്ങൾ അനുഭവിച്ചിട്ടില്ലേ? ആരോടെങ്കിലും ക്ഷമ പറയണമെന്ന് തോന്നുക, വലിയ മടിയാണ്, പറയിപ്പിക്കാൻ പിശാച് സമ്മതിക്കില്ല. എങ്ങനെയെങ്കിലും പറയിക്കാതിരിക്കാൻ വേണ്ടി തടുക്കും. എന്നാൽ കർത്താവെ, അവിടുത്തെ കരുണ എൻ്റെ മേൽ ചൊരിഞ്ഞേ പറ്റൂ, എനിക്കിതിന് ഒന്ന് കർത്താവെ, എനിക്ക് അവിടുത്തെ കൃപ തന്നേ പറ്റൂ, എങ്ങനെയും എന്നെ ആ ക്ഷമ പറയാനായിട്ട് അതിലേക്ക് നടത്തിയേ പറ്റുള്ളൂ. നിങ്ങൾ പ്രാർത്ഥിക്കൂ. ധൈര്യത്തോടെ പറഞ്ഞിട്ട് വരുമ്പോഴുള്ള റിലീസ് ചിന്തിച്ചു നോക്കൂ. ഒരാളോട് തുറന്നങ്ങ് പറയാനുള്ളത് പറഞ്ഞു കഴിയുമ്പോൾ കിട്ടുന്ന മനസ്സിൻ്റെ ആ ഒരു സ്വസ്ഥത ഒന്ന് ചിന്തിച്ചു നോക്കൂ. അത് ചെയ്തേ പറ്റൂ. എന്താണ്? തൻ്റെ ജീവിതത്തിൽ സ്നേഹം അനുഭവിക്കുന്ന ഒരു വിശ്വാസി സത്യത്തിൻ്റെ പരിജ്ഞാനത്തിൽ വളരും. അവരെ വളരുകയുള്ളൂ. അവർ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് അവർക്ക് അല്പാൽപമായി ലഭിക്കുകയും ചെയ്യും. ഹൃദയം കുറ്റപ്പെടുത്തരുത്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 17:9 വായിക്കാം. ഈ ഹൃദയം എങ്ങനെയാണെന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുകയാണ്. ഹൃദയം എല്ലാറ്റിനേക്കാളും കപടമാണ്. പുറമേ എല്ലാം അഭിനയിച്ച് കാണിക്കും, പുറമേ നല്ല സ്നേഹം കാണിക്കും, പുറമേ ഞാൻ കാണാൻ ആഗ്രഹിച്ച് കൊതിച്ചിരിക്കുകയായിരുന്നു ചിലപ്പോൾ പറയും. പക്ഷേ ആ ആളെ കാണുമ്പോൾ തന്നെ മനസ്സിൻ്റെ ഉള്ളിൽ എന്നാലും ആ കാര്യം ഇങ്ങനെ ചെയ്ത ആളല്ലേ, ദൈവരാജ്യത്തിലെത്തുകയില്ല, ദൈവരാജ്യം കാണുകയില്ല. വായിക്കാം. ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷമവുമുള്ളത്. ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷമവുമുള്ളത്. എല്ലാറ്റിനേക്കാളും ഹൃദയത്തിലേക്കൊന്ന് നോക്കൂ. നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കൂ. ഏതെങ്കിലും ഒരു സമയത്ത് ദൈവമക്കൾ ആരെങ്കിലും ഒരുപക്ഷെ കർക്കശമായി നിങ്ങളോട് സംസാരിച്ചത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങളെ ബോധവൽക്കരിക്കാൻ വേണ്ടി പ്രബോധനമായി പറഞ്ഞു തന്നത്, അപ്പോഴും ഹൃദയത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള എന്നാലും എന്നോടങ്ങനെ പറഞ്ഞില്ലേ, ഇന്നയാളങ്ങനെ കേട്ടില്ലേ. പ്രിയപ്പെട്ടവരെ, പാപം ക്ഷമിച്ചു കിട്ടിയില്ലെന്നാണ് പറഞ്ഞത്. നിങ്ങൾ മനഃപൂർവ്വം അത് ഉപേക്ഷിച്ചേ പറ്റുകയുള്ളൂ. എല്ലാം ക്ഷമിക്കാൻ കഴിയുക. അതാണ് ഫോർഗെറ്റിംഗ് ആൻഡ് ഫോർഗീവിങ് ലവ് ഓഫ് ഗോഡ്. യേശുക്രിസ്തുവിൻ്റെ എല്ലാം ക്ഷമിക്കുന്ന സ്നേഹം, ആ സ്നേഹം ഉള്ളിൽ വന്ന് വളരുക. പത്രോസിന്റെ ജീവിതത്തിൽ പാപം വന്നു. പത്രോസിനെ കർത്താവിനെ തള്ളിപ്പറഞ്ഞു. എന്നാൽ പത്രോസിലേക്ക് വ്യക്തമായ പ്രാഗൽഭ്യം ദൈവം കൊടുത്തു. വ്യക്തമായ പ്രാഗൽഭ്യം എല്ലാം കർത്താവ് കഴുകി കൊടുത്തു എന്നുള്ള ഉറപ്പ് കിട്ടി. ആ ഉറപ്പ് കിട്ടുമ്പോൾ എന്തൊരു ധൈര്യമാണ് ജീവിതത്തിൽ വരുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ നിങ്ങൾ ഏറ്റുപറഞ്ഞ പാപം വീണ്ടും വീണ്ടും നിങ്ങൾ ഹൃദയത്തിൽ ചിന്തിച്ചുകൊണ്ട് എനിക്ക് ആ പാപം ക്ഷമിച്ചു കിട്ടിയില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ, ജീവനുള്ള ക്രിസ്തുവിൻ്റെ തിരുരക്തമാണ് നമ്മളെ വീണ്ടെടുത്തതെങ്കിൽ
ആ തിരുരക്തം തുള്ളി തുള്ളിയായി മുഴുവനും ഊറ്റിത്തന്നാണ് നമ്മളെ പാപത്തിൽ നിന്ന് രക്ഷിച്ചതെങ്കിൽ, നമ്മുടെ പാപം കഴുകി തന്നതെങ്കിൽ, ഒരിക്കലും പിന്നെ നമ്മൾ എന്ത് ചെയ്യരുത്? വീണ്ടും നാം ഏറ്റുപറയരുത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ നമ്മൾ വീണ്ടും വീണ്ടും ഏറ്റുപറയുമ്പോൾ എന്ത് സംഭവിക്കും? വെളിപ്പാട് 12:10 എന്താണ്? നമ്മുടെ സഹോദരന്മാരെ ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും അവന്റെ ക്രിസ്തുവിന്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞുവല്ലോ. എന്താണ് പറഞ്ഞതിൻ്റെ അർത്ഥം? നമ്മെ രാപ്പകൽ കുറ്റം പറയുന്ന ഒരുത്തനുണ്ട്, കുറ്റം ചുമത്തുന്ന ഒരുത്തനുണ്ട്. എന്താണ് പറഞ്ഞതിൻ്റെ അർത്ഥം? എന്താണ്? നീ ഏറ്റുപറഞ്ഞു, പക്ഷെ പാപമൊന്നും മാറിയിട്ടില്ല. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ ഒരു പ്രാവശ്യം ഏറ്റുപറഞ്ഞ പാപം പിന്നെയും 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 ഏറ്റുപറഞ്ഞിട്ടില്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒരിക്കൽ നിങ്ങൾക്ക് കർത്താവ് കഴുകി തന്നില്ല. എങ്ങനെയാണ് പാപം മാറുന്നത്? പാപം എങ്ങനെയാണ് കഴുകി കിട്ടുന്നത്? ഷർട്ടിലൊരു കറയുണ്ടായിരുന്നു, ആ കറ എന്നേക്കുമായിട്ട് കഴുകിത്തന്നു. കഴുകിത്തരുമ്പോൾ അത് മുഴുവൻ മാറുകയാണ്. പിന്നെയും കറ പറ്റി എന്നുള്ള ചിന്തയോടെ ഇരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? വാസ്തവമായും പിശാച് തമ്മിൽ അവകാശം പറയുകയാണ്. നിങ്ങൾക്ക് ചിന്താക്കുഴപ്പം വരാൻ വേണ്ടിയിട്ടല്ല പറഞ്ഞത്. ഒരിക്കൽ ഏറ്റുപറയുന്ന പാപം, എങ്ങനെയാണ് മാറുന്നത്? കർത്താവേ, ഇന്ന സമയത്ത്, ഇന്ന പ്രായത്തിൽ, ഇന്ന കാലഘട്ടത്തിൽ, കർത്താവേ, ഇന്ന സാഹചര്യത്തിൽ ഇന്ന പാപം എൻ്റെ ജീവിതത്തിൽ വന്നു എന്ന് പറയുമ്പോൾ, കർത്താവേ എന്നോട് ക്ഷമിക്കണമേ എന്ന് പറയുമ്പോൾ പാപം മാറുന്നില്ല. നിങ്ങൾ അറിയണമേ പ്രിയപ്പെട്ടവർ, ഇതെൻ്റെ ലംഘനങ്ങളെ മറച്ചു വയ്ക്കുന്നവന് ശുഭം വരികയില്ല, അവ ഏറ്റുപറഞ്ഞുപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. എന്നാൽ എന്താണ് ചെയ്യേണ്ടത്? ഒരിക്കൽ ഏറ്റുപറയുമ്പോൾ, കർത്താവേ എൻ്റെ പാപം ക്ഷമിക്കണമേ എന്ന് പറയുമ്പോൾ പാപം മാറുന്നില്ല. പകരം എന്ത് ചെയ്യണം? എങ്ങനെയാണ്? നിങ്ങൾ ഓർത്തിരിക്കൂ, എങ്ങനെയാണ് കർത്താവിൻ്റെ നിങ്ങൾ പാപം ഏറ്റുപറയുമ്പോൾ, എൻ്റെ കർത്താവെ ഇന്ന സമയത്ത് ഇന്ന രീതിയിൽ ഇന്ന പാപം എൻ്റെ ജീവിതത്തിൽ വന്നു, എൻ്റെ നാഥ അവിടുത്തെ തിരുരക്തത്താൽ എന്നെ കഴുകണമേ എന്ന് പറയുമ്പോൾ, യേശുവിൻ്റെ തിരുരക്തം വന്ന് നിങ്ങളെ കഴുകിയെന്ന് നിങ്ങൾ എപ്പോൾ വിശ്വസിക്കുന്നുവോ അപ്പോൾ അതെല്ലാം കഴുകിക്കിട്ടുകയാണ്. ആ വിശ്വാസം, പ്രിയപ്പെട്ട ദൈവജനമേ, എന്താണ് പറഞ്ഞത്? അങ്ങനെ വിശ്വസിച്ചില്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? പിന്നെയും പിന്നെയും അപവാദിയായി പിശാച് നമ്മെ കുറ്റം പറയും. അപ്പോൾ നമ്മുടെ മനസാക്ഷി ഒരിക്കലും നമുക്ക് കഴുകി കിട്ടുന്നില്ല. മനസാക്ഷിയിൽ എപ്പോഴും ചിന്ത, അയ്യോ അത് കഴുകി കിട്ടിയോ? നിങ്ങളിൽ പലരും ഇന്ന് മുഖം വാടിയിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? നിങ്ങളിൽ പലരും ഇന്ന് ആത്മീയമായി ഉണരാത്തത് എന്തുകൊണ്ടാണെന്നറിയാമോ? നിങ്ങളുടെ പ്രാഗൽഭ്യം നഷ്ടപ്പെട്ടത് പോകുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? എൻ്റെ പാപം ക്ഷമിച്ചു എന്നുള്ള വിശ്വാസമില്ല. ഞാൻ ഏറ്റുപറഞ്ഞപ്പോൾ കർത്താവിൻ്റെ പാപം കഴുകിത്തെന്നുള്ള വിശ്വാസമില്ല. നിങ്ങളൊന്ന് ചിന്തിക്കൂ, നിങ്ങൾ ഹൃദയത്തിലേക്ക് നോക്കൂ. അനേകരുടെ ഹൃദയം അതുകൊണ്ട് എന്താണ്? മ്ലാനമാവുകയാണ്. അതുകൊണ്ട് അനേകരുടെ ഹൃദയം വാടിപ്പോവുകയാണ്. എൻ്റെ പാപം ക്ഷമിച്ചു കാണുമോ? എന്നാൽ ആ കുറ്റബോധവുമായി നാം നടക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? പിശാച് നമ്മളിൽ അവകാശം പറയുന്നു, പിശാച് നമ്മെ കുറ്റപ്പെടുത്തുന്നു. അവൻ്റെ ജോലി എന്താണ്? രാപ്പകൽ നമ്മെ കുറ്റം ചുമത്തുന്ന അപവാദി. നീ ഇന്ന സമയത്ത് ഇന്ന കാര്യം ചെയ്തതല്ലേ, നീ ഇന്ന പാപം ചെയ്തതല്ലേ, നീ ഇന്നതുപോലെ പെരുമാറിയതല്ലേ. പ്രിയപ്പെട്ടവരെ, എന്നാൽ ജീവനുള്ള ദൈവം ആരാണ്? തള്ളിപ്പറഞ്ഞ പത്രോസ്, അതാണ് മർക്കോസ് സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം ഒന്ന് വായിക്കൂ. നിങ്ങൾ പോയി അവൻ്റെ ശിഷ്യന്മാരോടും പത്രോസിനോടും. എന്താണ് പറഞ്ഞതിൻ്റെ അർത്ഥം? പത്രോസിനോടും. പത്രോസ്ലീഹ തള്ളിപ്പറഞ്ഞു. പത്രോസ്ലീഹ 1 പ്രാവശ്യമല്ല 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞു. എല്ലാം അറിയാവുന്ന പത്രോസ്ലീഹ തള്ളിപ്പറഞ്ഞു. എന്നാൽ ആ തള്ളിപ്പറഞ്ഞ പത്രോസ്ലീഹയെ, ആ പത്രോസ്ലീഹയുടെ ഹൃദയം വിങ്ങിപ്പൊട്ടിയപ്പോൾ ജീവനുള്ള ദൈവം പത്രോസ്ലീഹയ്ക്ക് ആ ഉറപ്പ് കൊടുക്കാൻ വേണ്ടി പറയുകയാണ്, നിങ്ങൾ പോയി അവൻ്റെ ശിഷ്യന്മാരോടും പിന്നെയോ പത്രോസിനോടും കൂടെ പറയുമെന്ന്, പത്രോസിനോട് അറിയിക്കണമെന്ന്. പ്രിയ ദൈവജനമേ, തള്ളിക്കളഞ്ഞ പത്രോസ്. അതുകൊണ്ടാണ് പത്രോസ്ലീഹ പറയുന്നത്, അപ്പോസ്തല പ്രവൃത്തികൾ 3:14, തള്ളിപ്പറഞ്ഞ പത്രോസ്ലീഹ ധൈര്യത്തോടെ പറയുകയാണ്, നീതിമാനായവനെ നിങ്ങൾ തള്ളിപ്പറഞ്ഞു എന്ന്. എങ്ങനെയാണ് ആ പ്രാഗൽഭ്യം കിട്ടിയത്? തള്ളിപ്പറഞ്ഞ പത്രോസ്ലീഹയ്ക്ക് നീതിമാനായവനെ നിങ്ങൾ തള്ളിപ്പറഞ്ഞു എന്ന് പറയുവാനുള്ള പ്രാഗൽഭ്യം എവിടുന്ന് കിട്ടി? ആ പ്രാഗൽഭ്യം വ്യക്തമായി കിട്ടി. എന്താണ്? ഞാൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് എൻ്റെ നാഥനെ ഞാൻ തള്ളിപ്പറഞ്ഞല്ലോ എന്നോർത്ത് കരഞ്ഞപ്പോൾ കർത്താവിൻ്റെ ആ തിരുരക്തം വന്ന് പത്രോസിനെ കഴുകിയെന്ന് വിശ്വസിക്കുവാൻ പ്രിയപ്പെട്ടവരെ പത്രോസിലേക്ക് ഭാഗ്യം ലഭിച്ചു. അതാണ് വായിച്ചവിടെ 3:14 വായിക്കൂ. പരിശുദ്ധനും നീതിമാനുമായവനെ നിങ്ങൾ തള്ളിപ്പറഞ്ഞു. എങ്ങനെയാണ് പത്രോസിലേക്ക് ആ ധൈര്യം കിട്ടിയത്? എങ്ങനെ കിട്ടും ധൈര്യം?
പത്രോസ്ലിഹ തള്ളിപ്പറഞ്ഞ വ്യക്തിയാണ്. എന്നാൽ പത്രോസ്ലിഹ പിൽക്കാലത്ത് പറയുകയാണ്, പരിശുദ്ധനും നീതിമാനുമായവനെ നിങ്ങൾ തള്ളിപ്പറഞ്ഞു. ആ ധൈര്യം കിട്ടണമെങ്കിൽ തള്ളിപ്പറഞ്ഞ പത്രോസ്ലിഹായ്ക്ക് നിങ്ങൾ തള്ളിപ്പറഞ്ഞു എന്ന് വ്യക്തതയോടെ പറയാൻ ധൈര്യം കിട്ടണത് എങ്ങനെയാണ്? എൻ്റെ പാപം കർത്താവ് എന്നേക്കുമായി തിരുരക്തത്താൽ കഴിയുത്തെന്നുള്ള ഉറപ്പ്. പ്രിയ ദൈവജനമേ, ആ ഉറപ്പ് കിട്ടുമ്പോൾ എങ്ങനെയാണ് ഉറപ്പ് കിട്ടുന്നത്? കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2:15. അതിക്രമങ്ങളിലും നിങ്ങളുടെ ജഡത്തിന്റെ അഗ്രചർമ്മത്തിലും. കേൾക്കൂ, എന്താണ് ജീവനുള്ള ദൈവം എന്താണ് നിർവഹിച്ചത്? അതിക്രമങ്ങളിലും നിങ്ങളുടെ ജഡത്തിന്റെ അഗ്രചർമ്മത്തിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും മരിച്ചവരായിരുന്ന നമ്മെയും അവൻ അവനോടുകൂടെ ജീവിപ്പിച്ചു. യേശു നമ്മോടുകൂടെ ജീവിപ്പിച്ചു. പിന്നെ അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച്, മറക്കരുത്, നിങ്ങൾ അതിക്രമങ്ങളൊക്കെയും നമ്മളോട് ക്ഷമിച്ച്, ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് മായിച്ച്. ദുഷ്ടനായ പിശാച് നമുക്ക് ഒരിക്കലും ദൈവരാജ്യത്തിൽ കടത്തുവാൻ കഴിയാതെ വണ്ണം നമ്മളെ കുറ്റപ്പെടുത്തിയിരുന്ന ദുഷ്ടപിശാച് നമ്മുടെ അതിക്രമങ്ങളും പാപങ്ങളും നിമിത്തം നാം മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോട് ഉയർപ്പിച്ചു. അതിക്രമങ്ങൾക്കായി നമ്മളോട് മോചിച്ചു. ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് മായിച്ച്. ചട്ടങ്ങളാൽ നമുക്ക് പ്രതികൂലമായിരുന്ന കൈയെഴുത്ത് മായിച്ചു. ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇത് ഒരിക്കലും മറക്കരുത്. അതിക്രമങ്ങളിലും നിങ്ങളുടെ ജഡത്തിന്റെ അഗ്രചർമ്മത്തിലും മരിച്ചവരായ നിങ്ങളെയും അവനോടുകൂടെ ജീവിപ്പിച്ചു. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ചു. ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലമായിരുന്ന കൈയെഴുത്ത് മായ്ച്ചു. ക്രൂശിൽ തറച്ചു, നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർക്കം വെപ്പിച്ചു. അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. ദുഷ്ടനായ പിശാചിനെ എൻ്റെ നാഥൻ ക്രൂശിൽ തകർത്തു. തിരുരക്തത്താൽ എല്ലാം അവൻ്റെ എല്ലാ പാപബന്ധനങ്ങളും കഴുകിയെന്ന് പറയുമ്പോൾ, യേശുക്രിസ്തുവിൻ്റെ തിരുരക്തമെന്ന് കഴുകിയെന്ന് പറയുമ്പോൾ നിങ്ങളത് വിശ്വസിച്ചേ പറ്റുകയുള്ളൂ. അങ്ങനെ വിശ്വാസ ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. പ്രിയപ്പെട്ടവരെ, അപ്പോഴാണ് മനസാക്ഷി കഴുകി കിട്ടിയെന്നുള്ള ഉറപ്പ് കിട്ടുന്നത്. ഒരിക്കൽ ഏറ്റുപറഞ്ഞ പാപം എൻ്റെ കർത്താവിൻ്റെ തിരുരക്തത്താൽ എനിക്ക് എല്ലാം കഴുകി കിട്ടിയെന്നുള്ള ഉറപ്പ് വരുമ്പോൾ ദുഷ്ടനായ പിശാചിനെ തൊടാൻ അരികത്തേക്ക് വരികയില്ല. എല്ലാം കഴുകിത്തരുന്ന ക്രൂശിലെ സ്നേഹം. പ്രിയ ദൈവജനമേ, ഇന്ന് മനസാക്ഷി കഴുകിത്തരാൻ പോവുകയാണ്. കർത്താവ് നിങ്ങളുടെ മനസാക്ഷി കഴുകിത്തരും. നിങ്ങളുടെ പാപങ്ങളെല്ലാം കഴുകിത്തരും. ഏതെല്ലാം പാപം ജീവിതത്തിൽ വന്നെങ്കിലും ആ പ്രാഗൽഭ്യം കർത്താവ് തരും. കർത്താവ് ഹൃദയത്തിൽ പ്രാഗൽഭ്യം തരികയാണ്. ജീവനുള്ള ക്രിസ്തു നമ്മുടെ അരികിൽ വന്ന് നിൽക്കുകയാണ്. കല്യാണ വസ്ത്രം നമുക്ക് തരാൻ വന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആരെല്ലാം വിശ്വസിക്കുന്നുണ്ട്? സത്യമായും ദൈവം നമ്മുടെ അരികിൽ വന്ന് നിന്നുകൊണ്ട് നമ്മുടെ മനസാക്ഷി കഴുകിത്തരുന്നു. ഒരിക്കൽ ഏറ്റുപറഞ്ഞ പാപം എന്നേക്കുമായി കർത്താവ് സമുദ്രത്തിൻ്റെ ആഴങ്ങളിലേക്ക് എറിഞ്ഞു കളഞ്ഞു. ഇനി അത് പറഞ്ഞുകൊണ്ട് പിശാച് ഒരിക്കലും വരികയില്ല എന്നുള്ള വ്യക്തമായ ഉറപ്പും ധൈര്യവും തരികയാണ്. പ്രിയപ്പെട്ട ദൈവജനമേ, മനസാക്ഷി കഴുകി കിട്ടുമ്പോൾ ലഭിക്കുന്നതായ സമാധാനം. പ്രിയ ദൈവജനമേ, ഒരിക്കലും നാം ഏറ്റു പറഞ്ഞ പാപം പിന്നെ ഒരിക്കലും പറയാനിടവരരുത്. അങ്ങനെ പറയുമ്പോൾ നമ്മെ വീണ്ടെടുത്ത തിരുരക്തത്തെ നാം ചവിട്ടുകയാണ്. ജീവനുള്ള ക്രിസ്തുവിൻ്റെ തിരുരക്തത്തെ നാം അപമാനിക്കുകയാണ്. അതിനൊരിക്കലും ഇടവരരുത്. തലകണമടക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, യേശു നമ്മുടെ അരികിൽ വന്ന് നിൽക്കുന്നു. നിങ്ങൾ വിശ്വസിക്കൂ. അവിടുത്തെ തിരുരക്തം നമ്മോട് സംസാരിക്കുന്നു. നമുക്ക് പുതിയ വസ്ത്രം തരുവാൻ കർത്താവ് വന്നിരിക്കുന്നു. കല്യാണ വസ്ത്രം തരുവാൻ നമുക്ക് കർത്താവ് നമ്മുടെ അരികിൽ വന്ന് നിൽക്കുകയാണ്. അതിക്രമങ്ങൾ നമ്മോട് മോചിച്ചു. ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് മായിച്ചു. എൻ്റെ നാഥൻ എനിക്ക് വേണ്ടി പിടഞ്ഞ് ക്രൂശിൽ മരിച്ചു എന്ന് നാം ആരെല്ലാം വിശ്വസിക്കുന്നുവോ, ആ യേശുവിൻ്റെ രക്തം എൻ്റെ പാപങ്ങൾ കഴുകുവാൻ മതിയായതാണെന്ന് ആരെല്ലാം പൂർണ്ണമായും വിശ്വസിക്കുന്നുവോ, അവരുടെ പാപം കഴുകിത്തരുവാൻ കർത്താവ് ഇതാ നമ്മുടെ അരികിൽ വന്ന് നിൽക്കുകയാണ്. യേശുവിൻ്റെ തിരുരക്തം നമ്മോട് സംസാരിക്കുകയാണ്. നമ്മുടെ അരികിൽ വന്നൊന്നോട് ചോദിക്കുകയാണ്, മകനേ, നിന്റെ ജീവിതം എനിക്ക് തരുമോ? നിന്റെ പഴയ കാലത്തോട് നിനക്ക് യാത്ര പറയാമോ? നിന്റെ മനസ്സാക്ഷി നിനക്ക് കഴുകിത്തരണമോ എന്ന് ഇന്ന് മനസ്സാക്ഷി കർത്താവ് കഴുകിത്തരികയാണ്. ഹൃദയത്തിൽ കർത്താവ് പ്രാഗൽഭ്യം തരികയാണ്. പാപത്തോട് യാത്ര പറയാൻ മനസ്സുണ്ടോ? ഇതുവരെ വന്നതായ പാപത്തോട് യാത്ര പറയാൻ മനസ്സുണ്ടോ? ഒരു പുതിയ ജീവിതം തുടങ്ങാൻ ആരെല്ലാം കൊതിയോടെ ദാഹത്തോടെ നിൽക്കുന്നുണ്ട്? കർത്താവേ, ഇപ്പോൾ ഞങ്ങളെ
കഴുകണമേ, ഞങ്ങളെ കഴുകി വെടുപ്പാക്കണമേ. ഞങ്ങൾ ഒരിക്കൽ ഏറ്റുപറഞ്ഞതായ പാപം പിന്നീട് കർത്താവ് ഏറ്റുപറയാൻ ഇടവരാതെ വണ്ണം അതെല്ലാം കർത്താവ് ക്ഷമിച്ചു തന്നു എന്നുള്ള വ്യക്തമായ ഒരു ഉറപ്പ് കർത്താവെ ഞങ്ങൾക്ക് തരണമേ. അവിടുത്തെ തിരുരക്തത്താൽ ഞങ്ങളെ കഴുകി വെടുപ്പാക്കണമേ. അകൃത്യം ക്ഷമിക്കുകയും തൻ്റെ അവകാശത്തിൽ ശേഷിപ്പുള്ളവരോട് അതിക്രമം മോചിക്കുകയും ചെയ്യുന്ന നിന്നോട് സമനായ ദൈവം ആരുള്ളൂ? അവൻ എന്നേക്കും കോപം വെച്ചുകൊള്ളുന്നില്ല. ദയയിലല്ലോ അവന് പ്രസാദമുള്ളത്. അവൻ നമ്മോട് വീണ്ടും കരുണ കാണിക്കും. അവൻ നമ്മുടെ പാപങ്ങളെ ചവിട്ടിക്കളയും. അവൻ നമ്മുടെ പാപങ്ങളെ സമുദ്രത്തിൻ്റെ ആഴങ്ങളിലേക്ക് എറിഞ്ഞുകളയും. പ്രിയപ്പെട്ടവരെ, ഒരിക്കലും പിശാച് കാണാതെ വണ്ണം നമ്മെ തിരുരക്തത്താൽ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ജീവനുള്ള ക്രിസ്തു ഇതാ നമ്മുടെ അരികിൽ വന്ന് നിൽക്കുന്നവൻ. കാർ മേഘത്തെ പോലെ നമ്മുടെ പാപങ്ങളെയും കാർ മുകിലിനെ പോലെ നമ്മുടെ ലംഘനങ്ങളെയും മറച്ചു കളയുന്നവനാണ്. എല്ലാം ക്ഷമിക്കുന്ന ജീവനുള്ള ദൈവം. ആ ക്രിസ്തുവിൽ വിശ്വസിക്കൂ. പിശാചിന്റെ തലയെ കർത്താവ് ചവിട്ടി തകർത്തു എന്ന് വിശ്വസിക്കൂ. ആരെല്ലാം വിശ്വസിക്കുന്നുണ്ട്? എൻ്റെ യേശു എനിക്ക് വേണ്ടിയിട്ട് അവസാനത്തുള്ളി രക്തം വരെ ഊറ്റിത്തന്നു. അതുകൊണ്ട് കർത്താവേ, അവിടുന്ന് എനിക്ക് എൻ്റെ പാപത്തിന് അവിടുന്ന് പരിഹാരം വരുത്തിയെന്ന് വിശ്വസിക്കുന്ന ആരെല്ലാം ഉണ്ട് പ്രിയപ്പെട്ടവരെ? അതുകൊണ്ട് തീരുമാനമെടുക്കാം. ഇനിയൊരു അവസരം നമുക്ക് കിട്ടിയില്ലെങ്കിലോ നമ്മുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതിയെന്നുള്ള ഉറപ്പ് നമുക്ക് പ്രാപിച്ചുകൊണ്ട് ഇന്ന് പോകണം. പ്രിയ ദൈവജനമേ, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളോട് മനസ്സലിയണമേ. അവിടുന്ന് ഞങ്ങളോട് കരുണ കാണിക്കണമേ. അവിടുന്ന് ഞങ്ങളുടെ മനസ്സാക്ഷിയിൽ നിന്ന് കഴുകിത്തരണമേ. കർത്താവേ, ഇതുവരെ വന്നുപോയ പാപങ്ങളെല്ലാം ഇന്ന് കർത്താവേ അവിടുത്തെ തിരുരക്തത്താൽ ഞങ്ങൾ കഴുകിത്തരണമേ. ഇന്ന് മുതൽ ഞങ്ങൾ പുതിയ സൃഷ്ടിയായി ജീവിക്കും. ആരെല്ലാം തീരുമാനിക്കുന്നുണ്ട്? ആരെല്ലാം നിങ്ങളുടെ ജീവിതം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുന്നുണ്ട്? കണ്ണുകൾ അടച്ചിരിപ്പീൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുന്ന് ഞങ്ങളുടെ അരികിൽ വന്നിട്ടുണ്ടല്ലോ. അവിടുത്തെ തിരുരക്തത്താൽ ഞങ്ങളെ കഴുകി ഞങ്ങളെ അവിടുത്തെ സ്നേഹത്തോട് ചേർത്തൊട്ടിക്കുന്ന കർത്താവേ ശുശ്രൂഷ കർത്താവേ ഇന്നവിടുന്ന് നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പാ. ഇപ്പോൾ ഞങ്ങൾ മനസ്സോടെ വരികയാണ് കർത്താവേ, തീരുമാനമെടുക്കുകയാണ്. അവിടുന്ന് മനസ്സലിയണമേ. അവിടുന്ന് കരുണ തോന്നണമേ. അവിടുന്ന് എല്ലാവരുടെയും പാപങ്ങൾ കഴുകി കൊടുക്കണമേ. അങ്ങനെ വ്യക്തമായി തീരുമാനമുള്ളവർ, എൻ്റെ മനസ്സാക്ഷി എനിക്ക് കഴുകി കിട്ടണം കർത്താവേ, എനിക്ക് അവിടുന്ന് ഒരു പ്രാഗൽഭ്യം തരണം. ഇനി ഒരിക്കലും ഞാൻ പാപത്തിലേക്ക് പോവുകയില്ല. ഇനി ഒരിക്കലും ഞാൻ പാപ വഴികളിലേക്ക് തിരികെയില്ല. ഇതുവരെ വന്നത് എല്ലാം എനിക്ക് കഴുകി തന്നു എന്നുള്ള വ്യക്തമായി ഉറപ്പെനിക്ക് തരണമേ എന്ന് ആരെല്ലാം ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ വ്യക്തമായി തീരുമാനമുള്ളവർ ഇപ്പോൾ കർത്താവിൻ്റെ തിരുരക്തം തന്നെ കഴുകും. ഇനി ഞാൻ ഒരിക്കലും പാപത്തിലേക്ക് പോവുകയില്ല. അങ്ങനെ വ്യക്തമായി ആരെല്ലാം തീരുമാനമെടുക്കുന്നുണ്ട്. അവർ തീരുമാനമെടുക്കുന്നവർക്ക് കർത്താവേ, എൻ്റെ നാഥ എന്നോട് കരുണ തോന്നണമേ എന്ന് പറഞ്ഞുകൊണ്ട് തിരുസന്നിധിയിലേക്ക് നമുക്ക് ചെല്ലാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ നാഥ, അങ്ങനെ തീരുമാനമെടുക്കുന്നവരാരെല്ലാം ഉണ്ട് പ്രിയപ്പെട്ടവരെ, അവരവരുടെ കരങ്ങളെ ഉയർത്തൂ. കർത്താവേ, ഞാൻ ഇന്ന് മുതൽ ഒരു പുതിയ സൃഷ്ടി, ഇന്ന് മുതൽ ഞാനൊരു പുതിയ മനുഷ്യനായി ജീവിക്കും. പഴയ കാലങ്ങൾ വന്നത് എല്ലാം എനിക്ക് കഴുകി തരണമേ. കർത്താവേ, ഇന്ന് മുതൽ ഞാനൊരു പുതിയ മനുഷ്യൻ. ആരെല്ലാം അങ്ങനെ തീരുമാനിക്കുന്നുണ്ട്? അവരവരുടെ കരങ്ങളെ ഉയർത്തിയാൽ മതി, സ്വർഗം കണ്ടുകൊള്ളുമല്ലോ. കർത്താവേ, കരങ്ങളെ ഉയർത്തിയിരിക്കുന്നവരുടെ മേൽ കർത്താവേ അവിടുത്തെ കരം വന്ന് പിടിക്കണമേ. ആണിപ്പാട് കരം വെക്കണമേ. കർത്താവേ, ഒരു മനസ്സാക്ഷി കഴുകി കൊടുക്കണമേ. എൻ്റെ യേശുവിൻ്റെ തിരുരക്തം വന്ന് എല്ലാ പാപങ്ങളും കഴുകി ഇന്ന് മുതൽ ഞാനൊരു പുതിയ മനുഷ്യനായി ജീവിക്കും. ഒരു പുതിയ ഹൃദയമുള്ളവനായി ജീവിക്കും. കർത്താവേ, എല്ലാ കാര്യത്തിലും കർത്താവേ ഞാനൊരു പുതിയവനായിരിക്കും. ഒരിക്കലും ഞാൻ ആരോടും പക വെച്ചുകൊണ്ടിരിക്കുകയില്ല. കർത്താവേ, ഇന്ന് മുതൽ കർത്താവേ ഞാൻ ഒരിക്കലും പഴയ പോലെ ആയിരിക്കുകയില്ല. ഇങ്ങനെ കരം ഉയർത്തിയിരിക്കുന്നവരുടെ മേൽ വ്യക്തമായി തീരുമാനമുള്ളവരുടെ മേൽ ആണിപ്പാടുള്ള കരം ഇപ്പോൾ ഒന്ന് പിടിക്കുകയാണ്. അവരുടെ പാപം കർത്താവ് കഴുകുകയാണ്. അവരുടെ തിരുരക്തത്താൽ കർത്താവ് മുദ്രയിടുകയാണ്. അവരുടെ മനസ്സാക്ഷി കർത്താവ് കഴുകി തരികയാണ്. ഇനി ഒരിക്കലും അത് പൊങ്ങി വരാതെ വണ്ണം കർത്താവ് സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് വലിച്ചെറിയുകയാണ്. നമുക്ക് കർത്താവേ, അങ്ങനെ എല്ലാവരെയും കർത്താവേ, കരം ഉയർത്തിയിരിക്കുന്ന എല്ലാവരെയും അവിടുന്ന് കഴുകണമേ. അവരുടെ രോഗങ്ങൾ മാറ്റണമേ. അവരുടെ ബന്ധനങ്ങൾ അഴിക്കണമേ. അവരുടെ മനസ്സാക്ഷി കഴുകി കൊടുത്തതിനായി ഞങ്ങളപ്പനെ സ്തുതിക്കുന്ന കർത്താവേ, എൻ്റെ നാഥ, അവിടുന്ന് കറ പറ്റാത്തവരായി ജീവിപ്പാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. കരങ്ങളെ താഴ്ത്തിയിടാം. കാരുണ്യവാനായ കർത്താവേ, സ്നേഹം മാത്രമായി ജീവനുള്ള ദൈവമേ, ഞങ്ങൾ കൂടി വരുമ്പോഴൊക്കെയും അവിടുത്തെ തിരുസാന്നിധ്യം ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കുന്നുവല്ലോ, ഞങ്ങളെ അവിടുന്ന് കഴുകുന്നുവല്ലോ. കർത്താവേ, ദുഷ്ടൻ ഞങ്ങളെ തൊടാതെ വണ്ണം ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ മനസ്സാക്ഷി എപ്പോഴും കഴുകി കിട്ടിയവരായി, എപ്പോഴും പ്രാഗൽഭ്യമുള്ളവരായി, എന്നും കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് നന്ദിയുള്ളവരായി ഞങ്ങൾക്ക് ജീവിപ്പാൻ
ഓരോരുത്തർക്കും ഭാഗ്യം നൽകണമേ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ.